ഭഗവത്ഗീതയിൽ 5-ാമത്തെ ധ്യാന ശ്ലോകം പാണ്ഡവന്മാർ നേരിട്ട മഹാവീരന്മാരെ വിവരിക്കുകയാണ്. പാണ്ഡവന്മാർക്ക് ഒരു രണനദി അപ്പുറം കടക്കണം. കടലെന്ന് പറയുന്നത് നിരവധി തിരമാലകളുള്ള, മകര മത്സ്യങ്ങളുള്ള, ചുഴിയുള്ള, വേലിയേറ്റമുള്ള, കരിമ്പാറകളുള്ള, അഗാധവും അപാരവുമായിട്ടുള്ള ആ കടൽ കടക്കണമെങ്കിൽ ഒരു നല്ല നാവികൻ, ഒരു നല്ല കടത്തുകാരൻ കൂടെ വേണം. ആ കടത്തുകാരൻ ആരാ? ആ കടത്തുകാരൻ കൈവർത്തക കേശവ, കേശവനാണ്. കേശിയെ കൊന്ന ആ കേശവനാണ്. എന്തൊക്കെയായിരുന്നു പാണ്ഡവർ നേരിട്ട പ്രശ്നം? ഭീഷ്മ ദ്രോണതട. ഭീഷ്മരെന്നും ദ്രോണരെന്നും പറയുന്ന രണ്ട് കരകൾ. ഭീഷ്മ ദ്രോണതട. ജയദ്രഥ ജല, ജയദ്രഥൻ എന്ന് പറയുന്ന ജലം. ഗാന്ധാര നീലോപല, ഗാന്ധാരൻ ശകുനി എന്ന് പറയുന്ന കരിമ്പാറ. ശല്യഗ്രാഹവതി കൃപേണവഹനി, ശല്യരെന്ന് പറയുന്ന ഒരു മുതല. കൃപരെന്ന് പറയുന്ന ഒഴുക്ക്. കർണേന വേലാകുല, കർണൻ എന്ന് പറയുന്ന ഒരു വേലിയേറ്റം. പിന്നെയോ അശ്വത്ഥാമ വികർണ ഘോരമകര, അശ്വത്ഥാമാവ് വികർണൻ എന്ന ഘോര മകര മത്സ്യം. അത് കഴിഞ്ഞാൽ ദുര്യോധനാവർത്തിനി, ദുര്യോധനൻ എന്ന് പറയുന്ന ചുഴി. ഇതൊക്കെ എങ്ങനെ മറുകര കടന്നു? കൈവർത്തക കേശവ. കടത്തുകാരനായി ശ്രീകൃഷ്ണൻ ഉള്ളതുകൊണ്ട് നൗ ആർക്ക് അധീനത്തിലാണോ അവൻ നാവികൻ. അങ്ങനെയുള്ള നാവികനായി ആർ കൂടെയുണ്ടോ അതുകൊണ്ട് വിജയിച്ചു.